ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഫ്രാൻസിലെ മാതാവിൻ്റെ ലൂർദ് മാതാവിൻ്റെ പള്ളിയുടെ മുന്നിലാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഫ്രാൻസിലെ പിരാൻഡിസ് പർവ്വതനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ലൂർദ് മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം. ബെർണഡീത്ത സുബേരൂസ് എന്ന പേരുള്ള 14-കാരി പെൺകുട്ടിക്ക് 1858 ഫെബ്രുവരി 11 മുതൽ ജൂലൈ 16 വരെ 18 പ്രാവശ്യമാണ് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുന്നത്. ഫെബ്രുവരി മാസത്തിൽ ബെർണദീത്തായും 2 കൂട്ടുകാരും ഗേവ് നദിയുടെ തീരത്ത് വിറക് ശേഖരിക്കാനായി പോയ സമയത്താണ് അവിടെയുള്ള ഒരു പാറക്കെട്ടിൽ പരിശുദ്ധ മറിയം ദർശനം നൽകിയത്. നീലക്കരയുള്ള വെള്ള വസ്ത്രം ധരിച്ച പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ജപമാല ഉണ്ടായിരുന്നു. ജപമാല ചൊല്ലാൻ മറിയം ബെർണദീത്തായോട് ആവശ്യപ്പെട്ടിരുന്നു. പരിശുദ്ധ മറിയം 9-ാം പ്രാവശ്യം ബെർണദീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അതായത് ഫെബ്രുവരി 24-ാം തീയതി, മാതാവ് കാണിച്ചു കൊടുത്ത നീരുറവയിൽ നിന്ന് ജലം പാനം ചെയ്യാൻ ബെർണദീത്തായോട് ആവശ്യപ്പെട്ടു. പിൽക്കാലത്ത് ലൂർദിലെ രോഗസൗഖ്യങ്ങൾക്ക് നിമിത്തമായ നീരുറവയായിരുന്നു ഇത്. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഒക്ടോബർ 16-ാം തീയതി. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ലൂർദിലേക്ക് യാത്ര പോകാം, മാതാവിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് നമ്മൾ ഈ യാത്രയിൽ പങ്കുചേരുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ജർമ്മനിയിൽ താമസിച്ച് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന കുടുംബങ്ങൾ എല്ലാവരും കൂടെ ഒരു ഹനോവറിൽ നിന്നാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. നമ്മളൊരു 53 പേരുണ്ടായിരുന്നു. ഫ്ലൈ യൂറോപ്പ എന്ന ഏജൻസി വഴിയാണ് നമ്മൾ നമ്മുടെ ലൂർദ് മാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോകുന്നത്. അവരാണ് നമ്മൾക്ക് യാത്ര അറേഞ്ച് ചെയ്തത്. അപ്പം അതിൻ്റെ ഉടമസ്ഥൻ തന്നെ അത് എല്ലാം ഡയറക്റ്റ് ചെയ്യുന്ന ആൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ പിക്ചറാണ് കേട്ടോ അന്നത്തെ ലൂർദ് നഗരത്തിൻ്റെ പിക്ചർ. ഇതാണ് നമ്മുടെ നദി. 1858 4000 ജനങ്ങളായിരുന്നു ഈ ഒരു ഗ്രാമത്തിൽ അന്ന് ജീവിച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ വിശുദ്ധ ബെർണദീത്ത പുണ്യവതി താമസിച്ചിരുന്ന വീടാണ്. അപ്പം നമ്മളൊരു ചെറിയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ബെർണദീത്ത പുണ്യവതിയുടെ വീട് കാണാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഭവങ്ങളുണ്ടായ സ്ഥലമാണ്. അതായത് നമ്മുടെ ബെർണദീത്ത പുണ്യവതി മാതാവിനെ കാണാൻ വേണ്ടി ദിവസവും ഗ്രോട്ടോയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ അപ്പൻ അവളെ വിലക്കിയിരുന്നു, അവിടെ പോകാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ടും അത് ധിക്കരിച്ച് മാതാവിനെ കാണാൻ വേണ്ടി പോയ ഡിസിഷൻ എടുത്ത ഒരു വീടാണ് കേട്ടോ അത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ബെർണദീത്ത പുണ്യവതിയുടെ മ്യൂസിയത്തിൻ്റെ മുന്നിലാണ്. അപ്പം മ്യൂസിയത്തിൽ നമ്മുടെ ബെർണദീത്ത പുണ്യവതി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ എന്നിവയെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ അത് കാണാം കേട്ടോ. ഇത് വന്നിട്ട് ഇതാണ് നമ്മുടെ ബെർണദീത്ത പുണ്യവതിയുടെ ഉടുപ്പ് പുണ്യവതി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ബൈബിള്, ചെറിയ മെറ്റല്, പ്രാർത്ഥന പുസ്തകങ്ങൾ, കാശുരൂപം, ഇതാണ് നമ്മുടെ ബെർണദീത്തയുടെ ചെരുപ്പ്. ഒരുപാട് നടന്ന് നമ്മുടെ മാതാവിനെ കാണാൻ പോയ ആ പുണ്യപാദങ്ങൾ അണിഞ്ഞിരുന്ന ചെരുപ്പുകളാണ് കേട്ടോ. വിശുദ്ധ ബെർണദീത്ത ഉപയോഗിച്ച് ഈ ഓരോ വസ്തുക്കൾക്കും നമ്മളോട് പറയാനുള്ളത് ഒരുപാട് സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും കഥകളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വിശുദ്ധ ബെർണദീത്ത പുണ്യവതിയുടെ തലമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആ ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് കടക്കാനായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്കണത്തിലേക്ക് കടക്കുന്ന ആ ഒരു എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു പരിശുദ്ധ ദേവമാതാവിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഒരുപാട് ഉയരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എത്തിച്ചേരാനായിട്ട് ഒരുപാട് പരിത്യാഗങ്ങളും പ്രാർത്ഥനകളും കൊന്തമണികളും ജപങ്ങളും ഒക്കെ ഉരുവിട്ടാണ് നമ്മുടെ യാത്രയിൽ നമ്മൾ മുന്നോട്ട് വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് നമ്മുടെ പരിശുദ്ധ അവിടെ ഒരു വലിയ അണ്ടർഗ്രൗണ്ട് ചർച്ചുണ്ട്. അതായത് ഒരു ഷിപ്പിൻ്റെ ആകൃതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയുന്ന ആ ഒരു പള്ളിക്കകത്തേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് വന്നിട്ട് എല്ലാ വിശുദ്ധരുടെയും ഫോട്ടോകൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഓപ്പൺ അൾത്താരയാണ്, ഒരുപാട് ആൾക്കാരെ കണ്ടെയ്ൻ ചെയ്യാനുള്ള പിന്നെ
സ്ഥലമുണ്ട്. ഇതൊരു ഏറ്റവും വലിയ ബസിലിക്ക, അണ്ടർഗ്രൗണ്ട് ബസിലിക്ക എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ലിയോ 10 മാർപ്പാപ്പയുടെ പേരിലാണ് ഈ ഒരു ബസിലിക്ക പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ വന്നിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ഗ്രോട്ടോയുടെ മുന്നിലുള്ള ആ ഒരു ഗ്രൗണ്ടിൽ കൂടി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് പ്രൊസഷനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ആചാരമാണ്. നമ്മുടെ ഈശോ സക്രാരിയിൽ പരിശുദ്ധ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി നമ്മുടെ ഇടയിൽ കൂടി സഞ്ചരിക്കുന്ന ആ ഒരു ഭയങ്കര അനുഭൂതിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കുരുടനായ ആ ഒരു വ്യക്തി ഈശോയെ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറയുന്ന ആ ഒരു ഇതാണ് എനിക്ക് കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് ഈശോ കരയുമ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് അവനോട് നീ സൈലൻ്റായിട്ടിരിക്കാൻ പറയുന്ന ആ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയത്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളിൽ നമ്മുടെ ലോകം മുഴുവൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടും പരിശുദ്ധിക്ക് വേണ്ടിയിട്ടും ലോകത്തിലെ കലാപം ലോക സമാധാനത്തിന് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിച്ച നിമിഷങ്ങളാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ മാതാവ് പുണ്യവതിയോട് പറഞ്ഞ് പണിയിപ്പിച്ച ഒരു പള്ളി, അതിൻ്റെ മുന്നിൽ രാത്രിയിലെ സീനാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ക്യാൻഡിൽ പ്രൊസഷൻ, മാതാവിൻ്റെ കൊന്തയും ചെല്ലിക്കൊണ്ട് ക്യാൻഡിൽ കത്തിച്ച് ആയിരങ്ങൾ പ്രാർത്ഥനകൾ ഉരുവിട്ട ആ പ്രാർത്ഥനയുടെ ശക്തി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് അലിഞ്ഞു ചേർന്ന് സ്വർഗത്തിലേക്ക് യാചനകളായിട്ട് എത്തുന്ന ഒരു പുണ്യ നിമിഷമാണ് കേട്ടോ. നമുക്ക് ഒരിക്കലും നാവുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത അത്ര വിധം മനോഹരമായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയിൽ സെൻറ്റ് ബെർണഡീറ്റ പുണ്യവതി മുട്ടിന്മേൽ നിന്ന് നമ്മുടെ പരിശുദ്ധ അമ്മേനെ മുഖാമുഖം കണ്ട ആ ഒരു സന്നദ്ധിയിൽ നമ്മുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഭാഷയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ഒരു ധന്യ നിമിഷമാണ് കേട്ടോ ഇത്. അത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും തോന്നിയ ഒരു അനുഭൂതി, അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ നടന്നതാണ്. അപ്പോൾ നമുക്ക് ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും എല്ലാത്തിനും നന്ദി പറയുവാനായിട്ട് ഈ ഒരു ധന്യ നിമിഷത്തെ നമ്മൾ വിനിയോഗപ്പെടുത്തി എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാവർക്കും നമ്മളറിയുന്ന എല്ലാവർക്കും ഈ ലോകത്തിലുള്ള സകല ജനതകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകാൻ വേണ്ടിയും ഒരുപാട് പ്രാർത്ഥിച്ച തന്നെ നിമിഷങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഫാദർ ബിനോയി ഇറ്റലിയിൽ നിന്നും നമ്മളോട് ചേർന്നതാണ്. അപ്പം നമ്മൾക്ക് ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന പള്ളിയാണ് നമ്മൾ മാതാവിൻ്റെ ആ ഗ്രോട്ടോയുടെ മുകളിൽ തന്നെ, ആ വലിയ പാറയുടെ മുകളിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പള്ളി ബിൽഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ ചെറിയ കപ്പേളകളുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്നും പള്ളിയുടെ അവിടേക്ക് ആ അതിൻ്റെ ഇടയ്ക്കൂടെയാണ് കേട്ടോ ഈ ഗാവെ നദി ഒഴുകുന്നത്. ആ നദിയും കടന്നാണ് നമ്മുടെ പുണ്യവതി മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് അപ്രവശിത ഗ്രോട്ടോയുടെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങളും മാതാവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കാം. കാരണം ഈ ഒരു സ്ഥലം രോഗശാന്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മുടെ പിതാവായ ദൈവം ഈശോ തിരഞ്ഞെടുത്ത് അമ്മ മാതാവിലൂടെ നമുക്ക് തന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ഉദ്ദിഷ്ട കാര്യങ്ങൾ നമ്മുടെ ദൈവമാതാവ് ഈശോ വഴിയായി നമ്മൾക്ക് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നുകൂടെ പറയുവാണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മാതാവിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക. മാതാവ് നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല. എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾക്ക് യൂറോപ്പിലെ ഏതൊരു ഭാഗത്തേക്കും യാത്ര ചെയ്യണം, ടൂറിസ്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈ യൂറോപ്പ എന്ന വെബ്സൈറ്റിൽ കയറി അവരെ കോണ്ടാക്ട് ചെയ്യുക. എന്നിട്ട് താല്പര്യമുള്ള സ്ഥലത്തേക്ക് അവർ നമ്മളെ നയിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ നല്ല ഒരു പുണ്യ സ്ഥലങ്ങളൊക്കെ കാണാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വേറെ നല്ല ഒരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ.